നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സൂത്രധാരൻ എന്ന സിനിമയിലൂടെ ലോഹിതദാസ് മലയാളികൾക്ക് നൽകിയ അന്നത്തെ പുതിയ പ്രതീക്ഷയായിരുന്നു മീര ജാസ്മിൻ. 2000-ൽ മലയാളത്തിന്റെ ജനപ്രിയ നായികമാരിൽ ഒരാളായിരുന്നു മീര. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലുമെല്ലാം താരം നിറഞ്ഞു നിന്ന കാലം. പാഠമൊന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2004-ൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടുമ്പോൾ താരത്തിന്റെ പ്രായം 18 വയസ്സ് മാത്രമായിരുന്നു. കരിയറിലെ മീരയുടെ 5ാമത്തെ ചിത്രം കൂടിയായിരുന്നു പാഠമൊന്നൊരു വിലാപം. ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മീര ജാസ്മിന് ലഭിച്ചു. ആദ്യ സിനിമയിൽ തന്നെ മികച്ച പ്രകടനമാണ് മീര കാഴ്ചവെച്ചത്. ശ്രീവിദ്യയ്ക്ക് ശേഷം നായികയായി അഭിനയിച്ച എല്ലാ മലയാള ചിത്രങ്ങളിലും സ്വന്തം ശബ്ദത്തിൽ അഭിനയിച്ച നടിയാണ് മീര ജാസ്മിൻ. മഞ്ജു വാര്യർക്ക് പോലും തുടക്ക സമയത്തുള്ള സിനിമകളിൽ മറ്റു പലരുമാണ് ശബ്ദം നൽകിയിരുന്നത് അത്രേ. അവിടെയാണ് മീര ജാസ്മിൻ ഞെട്ടിച്ചത്. ആദ്യ സിനിമ മുതൽ സ്വന്തം ശബ്ദമാണ് ഉപയോഗിച്ചത്. പിന്നീട് ഇറങ്ങിയ ഗ്രാമഫോൺ, കസ്തൂരിമാൻ, പാഠമൊരു വിലാപം, പെരുമഴക്കാലം, അച്ചുവിന്റെ അമ്മ, രസതന്ത്രം, ഒരേ കടൽ, വിനോദയാത്ര തുടങ്ങിയ സിനിമകളിൽ മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. ലോഹിതദാസ്, സത്യൻ അന്തിക്കാട്, കമൽ എന്നിവരുടെ പ്രിയപ്പെട്ട നായികയായിരുന്നു മീര. ഇതിൽ തന്നെ ലോഹിതദാസിന്റെ കസ്തൂരിമാനിലെ പ്രിയംവദ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മീര ജാസ്മിൻ പ്രകടനമാണ് ആ സിനിമയിലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു. തുടക്ക സമയത്ത് ഞെട്ടിച്ച മീര പിന്നീട് ടൈപ്പ് കാസ്റ്റിംഗും മറ്റും കൊണ്ട് നിറം മങ്ങിയ അഭിനേത്രിയായി മാറി. മകൾ, ക്വീൻ എലിസബത്ത് സിനിമകളിലൂടെ മീര വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വിവാദങ്ങളും ഗോസിപ്പുകളും കടുത്ത സമയത്താണ് മീര പതിയെ സിനിമാ ലോകത്ത് നിന്നും അകന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മീര ജാസ്മിന്റെ പിതാവ് ജോസഫ് ഫിലിപ്പ് അന്തരിച്ചത്. 83 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്നാണ് ഏറെ നാളെ ചികിത്സയിലായിരുന്ന അദ്ദേഹം. എറണാകുളത്ത് വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. സിനിമാ മേഖലയിൽ നിന്നും ദിലീപ്, ബ്ലസി, നരേൻ അടക്കമുള്ള താരങ്ങളും മീരയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു. പിതാവിന്റെ മൃതദേഹത്തിനരികിലിരുന്ന് പൊട്ടിക്കരയുന്ന മീരയുടെ വീഡിയോ വൈറലാണ്. എന്നാൽ ആ വീഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനമാണ് ലഭിക്കുന്നത്. അതിനൊരു കാരണം മീര അടക്കം കുടുംബങ്ങളെല്ലാം ഒരേ നിറത്തിലുള്ള വസ്ത്രം വാങ്ങി ധരിച്ച് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു എന്നതാണ്. മറ്റൊന്ന്, മീരയും പിതാവും തമ്മിൽ പണ്ടുണ്ടായിരുന്ന കേസും വഴക്കുമാണ്. കോസ്റ്റ്യൂമേ, നീയാണ് എൻ്റെ എല്ലാം. അച്ഛനെതിരെ കേസ് കൊടുത്ത മകളല്ലേ. അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴും യൂണിഫോം, ചുരിദാറും ഒക്കെ വാങ്ങിയല്ലോ. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തമ്മിൽ തല്ലി, എന്നിട്ടിപ്പോൾ ആനന്ദ കണ്ണീർ. വെറുതെ മാധ്യമങ്ങളെ കാണിക്കാനുള്ള നമ്പറുകൾ. ജന്മം കൊടുത്ത അച്ഛനെതിരെ കേസ് കൊടുത്ത മകൾ. അന്നൊക്കെ വല്ലാത്തൊരു അഹങ്കാരമായിരുന്നു. ഇപ്പോൾ സിനിമയൊക്കെ കുറഞ്ഞപ്പോൾ അഹങ്കാരവും കുറഞ്ഞു. എന്നിങ്ങനെ നീളുന്നു മീരയെ വിമർശിച്ചുള്ള കമന്റുകൾ. അതേസമയം വിമർശിക്കുന്നവർക്കിടയിൽ ചിലർ മീരയെ അനുകൂലിച്ചുമെത്തി. ഓരോ നാട്ടിലും ഓരോ ആചാരമല്ലേ. ചിലപ്പോൾ വൈറ്റ് ഡ്രസ്സ് നിർബന്ധമാണെങ്കിലോ എത്ര ശത്രുവായാലും മരിച്ചത് സ്വന്തം അച്ഛനാണ്. അപ്പോൾ മക്കൾക്ക് സ്നേഹമുണ്ടാകുമെന്നാണ് അനുകൂലിച്ചവർ കുറിച്ചത്. അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു മീരയുടെ പിതാവ് ജോസഫ് ഫിലിപ്പ് അന്തരിച്ചത്. വർഷങ്ങളായി മുംബൈയിലായിരുന്നു. എടത്വ കടമാട്ട് ഏലിയമ്മ ജോസഫാണ് ഭാര്യ. മീര ജാസ്മിനെ കൂടാതെ ജോമോൻ, ജെനി, സൂസൻ, സാറ റോബിൻ, ജോർജി ജോസഫ് എന്നീ മക്കളുമുണ്ട്. രഞ്ജിത്ത് ജോസ്, ഡോക്ടർ റോബിൻ ജോർജ് എന്നിവർ മരുമക്കളുമാണ്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.